അച്ഛൻ മരിച്ചിടക്കുന്ന വേദന നിന്റെ മുഖത്ത് കാണാനില്ലല്ലോ. ഈ സമയത്ത് നിനക്ക് എങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് വന്ന് ഈ പറഞ്ഞ ചാനലുകളുടെ മുന്നിൽ ഇൻ്റർവ്യൂ കൊടുക്കാൻ കഴിയുന്നു? നിനക്ക് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? ഒരു പക്ഷേ ഡെത്ത് മണി കിട്ടുമായിരിക്കില്ലേ? അതിൻ്റെ സന്തോഷമായിരിക്കും നിന്റെ മുഖത്ത് കാണുന്നത്. ഇതുപോലെയുള്ള ഒട്ടനവധി ചോദ്യങ്ങളാണ് ഈ പറയുന്ന പഹൽഗാം തീവ്രവാദി അറ്റാക്കിന് അല്ലെങ്കിൽ അതിൽ മരണപ്പെട്ടു പോയ രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ മകൾ ആരതി നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ അറ്റാക്കിൻ്റെ മറ്റൊരു വശം, അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് എന്ന് തന്നെ പറയപ്പെടും. പക്ഷേ ഇത്രയും പ്രബുദ്ധരായിട്ടുള്ള സാക്ഷരത നിറഞ്ഞ മലയാളികളാണ് ഇതൊക്കെ ഇടുന്നതെന്ന് കാണുന്ന സമയത്താണ് എവിടെയാണ് നമ്മുടെ ഈ പറയുന്ന മലയാളികൾ ചെന്ന് നിൽക്കുന്നത് എന്നൊരു കാര്യം മനസ്സിലാവുന്നതെന്ന് പറയുന്നത്. ഈ ഒരു പെൺകുട്ടി ഏത് കാര്യത്തെ അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്ന് നിൽക്കുന്നതെന്ന് ഒരു തവണ പോലും ചിന്തിക്കാതെ ഏതൊരു നല്ല വാർത്ത കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ പ്രശംസിക്കേണ്ട ഒരു വാർത്ത കഴിഞ്ഞു കഴിഞ്ഞാലും അതിലൊരു നെഗറ്റീവ് ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരാത്ത മലയാളികൾ, നെഗറ്റീവ് കൊണ്ട് മാത്രമേ വൈറലാവാൻ കഴിയൂ എന്ന് വരുന്ന ഈ സോഷ്യൽ മീഡിയ കാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതിലപ്പുറത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധുവായിരിക്കും മരണപ്പെട്ട് കിടക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. കല്യാണം, മരണം, അടിയന്തരം പോലുള്ള കാര്യങ്ങളാണ് ഒരുപാട് വർഷങ്ങളായി കാണാതിരിക്കുന്ന ബന്ധുക്കളൊക്കെ പിന്നീട് അവിടെ വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വന്നു ചേരുന്ന ആൾക്കാർ ചിരിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. മരണപ്പെട്ട് കിടക്കുന്ന വ്യക്തികളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും അല്ലെങ്കിൽ അടുത്ത അവർക്കൊക്കെ ആ സമയത്ത് ഒരു തരം ചിരിയെങ്കിലും ചിലപ്പം കാണുന്ന സമയത്ത് പങ്കിടാൻ തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ പോലും എടുത്തിട്ട് ഇതുപോലെ നെഗറ്റീവ്, അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് പുഞ്ചിരിക്കുന്ന നീ ഒരു മകളാണോ അല്ലെങ്കിൽ മകനാണോ, ഭർത്താവ് മരിച്ചെടുത്ത് ഈ പറയുന്ന ചിരിച്ചുകൊണ്ട് ആൾക്കാരെ എതിരേൽക്കുന്ന നീ ഒരു ഭാര്യയാണോ എന്ന് പറയാൻ ശ്രമിച്ചുകൊണ്ട് വൈറലാക്കാൻ ശ്രമിക്കുന്ന അതിബുദ്ധിശാലികളുടെ കാലഘട്ടമാണിതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് അത്രയും ലാഘവത്തോടെ കാണേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ധൈര്യശാലികൾ അല്ലെങ്കിൽ ഇത്രയും ഭയങ്കരമായിട്ട് ഈ പറയുന്ന സംസ്കാര സമ്പന്നരായിട്ടുള്ള, ഭയങ്കരമായിട്ട് ഈ പറയുന്ന സ്നേഹം കൊണ്ട് നടക്കുന്ന ഈ പ്രബുദ്ധരായിട്ടുള്ള മലയാളികളോട് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ. ആ പെൺകുട്ടികളുടെ സ്ഥാനത്ത് നിങ്ങളിൽ ഓരോരുത്തരുമായിരുന്നു നിന്നിരുന്നെങ്കിൽ നീയൊക്കെ ഇതായിരിക്കുമോ ചെയ്യുന്നത്? അതോ രണ്ട് മുട്ടുകാലും ഇടിച്ച് അവിടെ മൂത്രം ഒഴിച്ച് വെക്കുകയായിരിക്കുമോ ചെയ്യുന്നത്? ഒന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പെൺകുട്ടി ആ ഒരു കാര്യത്തെ, ആ ഒരു സന്ദർഭത്തെ അത്രയും സസൂക്ഷ്മമായിട്ട് അല്ലെങ്കിൽ അത്രയും എന്ന് പറയുന്നത് കരുതലോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയ ഒരവസ്ഥ. അമ്മയെ, ഈ പറയുന്ന പല രോഗങ്ങളുള്ള അമ്മയെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കാതെ വീട് വരെ എത്തിച്ച ആ പെൺകുട്ടിയുടെ കരുത്ത്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാവരും ഒരുപോലെയാണ്, തുല്യരാണ് എന്ന് പറയപ്പെടുന്ന സമയത്തും നമുക്കറിയാവുന്ന കാര്യമാണ്. ഭയങ്കരമായിട്ട് ഇത്തരത്തിലുള്ള ഇമോഷണൽ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് എല്ലാ സ്ത്രീകൾക്കും ഒരുപോലെ അത് ആൺകുട്ടികളെ പോലെ അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ബലം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. ഫിസിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അതേ തൻ്റെ ഇടത്തോടു കൂടി അല്ലെങ്കിൽ കൈക്കരുത്തോടു കൂടി പെൺകുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ തൻ്റെ മുന്നിൽ വെച്ച് അച്ഛൻ്റെ തലയ്ക്ക് നേരെ നിറയൊഴിക്കുന്ന ഭീകരവാദികളെ തൻ്റെ രണ്ട് കുഞ്ഞു മക്കളോടൊപ്പം കാണേണ്ടി വരുന്ന അവസ്ഥ. അതിലപ്പുറത്തേക്ക് ഈ പറയുന്ന തൻ്റെ തലയിൽ കൂടി ഈ തോക്ക് ചൂണ്ടുന്ന സമയത്ത് ഇനി എന്ത് എന്ന് പോലും അറിയാതിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുന്ന സമയത്ത് അവർ മാറിപ്പോകുന്ന ആ ഒറ്റ സെക്കൻഡ് കൊണ്ട് കുഞ്ഞുങ്ങൾ അമ്മ പോകാമെന്ന് പറയുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അച്ഛൻ മരിച്ചു കഴിഞ്ഞു, അച്ഛനെ ഇനി രക്ഷിക്കാനോ ആ പെൺകുട്ടിക്ക് എടുത്ത് പൊക്കിക്കൊണ്ടോ വലിച്ചഴിച്ചോ ആ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അങ്ങനൊരു സന്ദർഭത്തിലല്ല ആ പെൺകുട്ടി പെട്ടിരിക്കുന്നത്. അത് ഭീകരവാദികളുടെ മുന്നിലാണ് പെട്ടിരിക്കുന്നത്, തോക്കുകളുമായി നിൽക്കുന്ന ആൾക്കാർ. അതല്ലാതെ കല്ലുമായി നിൽക്കുന്ന അല്ലെങ്കിൽ പൂച്ചെണ്ടുമായി നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിലല്ല ആ പെൺകുട്ടി എത്തപ്പെട്ടതെന്ന് പറയുന്നത്. അവൾ ജന്മം നൽകിയ, അവൾക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ അവളെ മനസ്സിൽ കരുതി അത്രയും വിശ്വസിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറി നിൽക്കുന്ന ആ കുരുന്നുകൾ, ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന സമയത്ത് ഓരോ അമ്മമാരും മനസ്സിൽ പറയുന്ന ഓരോ കാര്യങ്ങളുണ്ട്. നിനക്ക് ഞാൻ ഉണ്ടാവും എന്ന് പറയുന്ന, എൻ്റെ അവസാനം വരെ മക്കളെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ അമ്മയും ആ പ്രസവവേദന സഹിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരമ്മ പെട്ടെന്നൊരു സന്ദർഭത്തിൽ അച്ഛനെയോ രക്ഷിക്കാനോ എനിക്കാവില്ല, സ്വാഭാവികമായിട്ടും എൻ്റെ മക്കളെയെങ്കിലും രക്ഷിക്കണമെന്ന് കരുതി ആ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിട്ടിയ ഞൊടിയിടയിൽ
ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ, പുൽമേടുകളിലൂടെയോ കാടുകളിലൂടെയോ ഈ പറയുന്ന മലകളിലൂടെയോ ഓടി ഒളിച്ച് രക്ഷപ്പെടാൻ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി അമ്മയും കൊണ്ട് നാട്ടിലേക്ക് ഭദ്രമായി എത്താൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കരുത്തിനെ അഭിനന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കാനെങ്കിലും ഒന്ന് ശ്രമിക്കുക. ഇന്നത്തെ കാലത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതായത് പെൺകുട്ടികളുടെ ഈ പറയുന്ന കോസ്മെറ്റിക് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ഈ പറയുന്ന ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്ന് മുന്നോട്ട് സംഭവിക്കുന്നുണ്ട്. മൈക്രോ ബ്ലേഡിങ്, അങ്ങനെ കുറേ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് നമുക്കറിയുന്ന കാര്യമാണ്, ഈ പറയുന്ന ഏത് സമയം എല്ലായിടത്തും ഒരുങ്ങിക്കെട്ടി പോകുന്ന സമയത്ത് പിരികം കറുപ്പിക്കാൻ വയ്യാത്ത പല പൈസയുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ച് സാമ്പത്തിക സ്ഥിതിയുള്ള സ്ത്രീകൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ അല്ലാത്തൊരാഗ്രഹം കൊണ്ട് പൈസ ഉണ്ടാക്കി ഈ പിരികത്തിനകത്തൊക്കെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. അതെപ്പോഴും ആ അവസ്ഥയിൽ തന്നെ പിരികം വരച്ചതുപോലെ തന്നെ കാണപ്പെടും. അതിലപ്പുറത്തേക്ക് ചുണ്ട് എന്ന് പറയുന്നൊരു സംഭവത്തിനകത്ത് ലിപ്സ്റ്റിക് ഇടുന്നതിന് പകരമായിട്ട് ഇന്ന് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയില്ല അത്തരത്തിൽ എന്തെങ്കിലും ചെയ്തൊരു പെൺകുട്ടിയാണോ ഇതെന്നുള്ള കാര്യം അറിയില്ല. ഇങ്ങനെ കുറേയൊക്കെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഉള്ള സമയത്ത് പോലും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ഞങ്ങൾക്കൊരു നെഗറ്റീവ്, അതായത് ആ പെൺകുട്ടി ചെയ്തത് ധീരമായിട്ടുള്ള പ്രവൃത്തിയെ ഞങ്ങൾക്ക് പ്രശംസിക്കാൻ കഴിയില്ല. അവളുടെ മുന്നിൽ ഞങ്ങൾക്ക് ചെറുതാകാൻ കഴിയില്ല. കാരണം ഞങ്ങളെ കൊണ്ട് ഇതൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവളെ ഞങ്ങൾക്കൊന്ന് ചൊറിയണം, അവളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവരുടെയും മുന്നിലൊന്ന് മാനം കെടുത്തണം. ഈ ഒറ്റ ബുദ്ധിയോടുകൂടി മാത്രം ഇത്തരത്തിലുള്ള കമൻ്റ് ഇടുന്ന, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ കണ്ട് ശീലിച്ച, നിങ്ങൾ വളർന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ലിപ്സ്റ്റിക് ഇട്ട് വന്ന് നിൽക്കുന്ന, കണ്ണെഴുതി നിൽക്കുന്ന ഒരു പെൺകുട്ടി അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് അത്രയും ധീരമായിട്ട് അല്ലെങ്കിൽ അത്രയും ഇതായിട്ട് ചില സാഹചര്യങ്ങൾ ചിരിച്ചുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ നേരിടുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ കാണുന്നത്. പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ മുന്നോട്ട് വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾ പിന്നിട്ടുള്ള സന്ദർഭങ്ങൾ, അവൾ എത്തരത്തിലായിരുന്നു, അവളൊരു ബോൾഡ് ലേഡിയാണോ, അവൾ എത്തരത്തിലാണ് സമീപിച്ചിരുന്നത് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. പല ആൾക്കാരുടെയും സാഹചര്യം പലതരത്തിലാണ്. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നെഞ്ച് തടിച്ച് കരയുന്നത് കൊണ്ട് മാത്രമല്ല അവിടെ സങ്കടമോ അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹമോ പ്രകടിപ്പിക്കുന്നത്. മനസ്സിൽ കരയുന്ന, പുറത്തൊന്നും കാണിക്കാതെ നിശബ്ദമായിരിക്കുന്ന ആൾക്കാരുമുണ്ട്. അവരും ഒരുപാട് വേദന സഹിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരുപക്ഷെ ഈ ആൾ കൂടുന്ന സമയത്ത് നെഞ്ചു തടിച്ച് കരയാൻ ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും കോമാളിത്തരം അല്ലെങ്കിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് ആരെക്കുറിച്ചും ഒരു തരത്തിലും കണക്കുകൂട്ടലുകൾ എടുക്കാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ആ പെൺകുട്ടി അത്രയും അവൾക്ക് കരയാൻ തോന്നിയില്ല, അവൾക്ക് അങ്ങനെ നിൽക്കാനാണ് തോന്നിയത്. മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം. അത് അവൾ കാണിച്ചത് അവളുടെ സ്വാതന്ത്ര്യമാണ്, അവളുടെ ഇഷ്ടമാണ് എന്ന് കരുതി അവൾക്ക് ജന്മം നൽകിയ അച്ഛനോട് അവൾക്ക് സ്നേഹമില്ലെന്നോ അച്ഛൻ മരിച്ചതിൽ അവൾക്ക് സങ്കടമില്ലെന്നോ പറഞ്ഞൊപ്പിക്കാൻ കഴിയുന്ന യാതൊരു തരത്തിലുള്ള റൈറ്റ്സും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഇന്ന് എന്താണ് സത്യത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? മരണത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധാരണക്കാർ പോലും ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഞാൻ പലയിടങ്ങളിലും മരണങ്ങളെ അത്തരത്തിലാണ് ഞാൻ വീക്ഷിച്ചിട്ടുള്ളതെന്ന് പറയുന്നത്. അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാവാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് നേരെ നോർമലായി ഒന്ന് ചിന്തിച്ച് നോക്കുക. മരിച്ചവർ അവരുടെ ജീവിതം അവസാനിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അവരോട് ഒരുപാട് സ്നേഹം കാണും എന്ന് കരുതി അവരെക്കുറിച്ച് ആലോചിച്ച് ഒരു മൂലയിൽ പോയിരുന്ന് എന്നും കരഞ്ഞ് ജീവിക്കാൻ ആരും തയ്യാറാവില്ല. അത് കഴിഞ്ഞും നമ്മൾ ജീവിതത്തിൽ നിന്ന് മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് ഈ നാട്ടിൽ ചെറുതു മുതൽ വലുതായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വീട്ടിൽ മരണം സംഭവിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേർ മാത്രം ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കും. ഒരു പക്ഷേ ആ ദിവസത്തിൽ ഒരു രാവിലെ മുതൽ അല്ലെങ്കിൽ കർമ്മം നടക്കുന്ന കുറച്ചധികം സമയം വരെ അവരൊന്നും കഴിക്കാതിരിക്കും. പക്ഷെ തളരുന്നത് കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വെള്ളമെങ്കിലും നിർബന്ധിച്ച് ആൾക്കാർ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വേദന 2 ദിവസം 3 ദിവസം കഴിയുന്നതിനനുസരിച്ച് സംസാരിച്ച് വിഷമങ്ങൾ പറഞ്ഞ് തീർത്ത് അതവിടെ അവസാനിക്കും. ആ വേദന അവിടെ ഒരു വിങ്ങലായിട്ട് ഉള്ളിൽ നിൽക്കും എന്ന് കരുതി അവരാരും പിന്നീട് അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കല്യാണാഘോഷങ്ങൾ പങ്കെടുക്കാതിരിക്കുന്നില്ല, ബർത്ത്ഡേ ആഘോഷിക്കാതിരിക്കുന്നില്ല, ആൾക്കാരുമായി സംസാരിക്കാതിരിക്കുന്നില്ല, ചിരിക്കാതിരിക്കുന്നില്ല, ഇതൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനന മരണങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് മാത്രം നടക്കുന്ന ഒരു പ്രക്രിയയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലാരും തന്നെ ഇവിടെ സ്റ്റക്കാവുന്നില്ല. എല്ലാവർക്കും അറിയാം ജീവിതം മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അവിടെ അവസാനിച്ചു, നമുക്ക് ആരും കൊണ്ടുതരാനില്ല, നമ്മൾ തന്നെ മുന്നോട്ട് പോകണം. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക്
അവളെ ഒന്ന് പറയണം, അല്ലെങ്കിൽ അവളോട് ഒന്ന് സ്വയം ആലോചിച്ചാൽ മതി. ആ പെൺകുട്ടിക്ക് മുന്നിൽ നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു കാര്യം സത്യസന്ധമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആർക്കൊക്കെ പറയാൻ പറ്റും? ഞാൻ അവന്മാരെ അങ്ങ് തട്ടിക്കളഞ്ഞേനെ, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് അങ്ങ് രക്ഷപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചില ആൾക്കാർ തലകറങ്ങി വീഴും, ചില ആൾക്കാരുടെ ജീവൻ പോകാനുള്ള സാധ്യതയുണ്ട്, ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ഓടി മറയാൻ ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ വെടിവെച്ച് മരണപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അപ്പം അത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് രണ്ട് കുട്ടികളെ അത്രയും ധൈര്യപൂർവ്വം രക്ഷിച്ചു കൊണ്ടുവന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടികളോടുള്ള ദേഷ്യമാണോ അതോ ഈ പറയുന്ന ഹിന്ദുവായ ഒരു പെൺകുട്ടി മുസ്ലിം നാമധാരികളായിട്ടുള്ള രണ്ടുപേരെ സഹോദരങ്ങളായി കിട്ടി എന്ന് പറഞ്ഞതിലുള്ള ചില വിദ്വേഷങ്ങളാണോ ചില ആൾക്കാരെങ്കിലും ഈ കമൻറ്റ് സെക്ഷനിലൂടെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നാതിരിക്കുക ചിലപ്പോൾ തോന്നി പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതത്തിനും കീഴിൽപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ല. എല്ലാ മതത്തിനും പൂർണ്ണ സ്വാതന്ത്ര്യവും പൂർണ്ണാധികാരവും പൂർണ്ണമായിട്ടുള്ള സംരക്ഷണവും പ്രയോറിറ്റിയും നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഇതൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ചൊടിപ്പുണ്ടാവും. അതിനുള്ള കാരണം ഒന്നും കൂടി പറയാം. ഇതേ സന്ദർഭത്തിൽ മരണപ്പെട്ടു പോയ മറ്റൊരു വ്യക്തി, ആ വ്യക്തിയുടെ ഭാര്യ ഒരു ഡോക്ടറാണ്, സംഗീത. അവരെക്കുറിച്ചുള്ള കുറച്ച് വാർത്തകൾ ഞാൻ കണ്ടിരുന്നു. ആ സമയത്ത് കേട്ട കുറച്ച് കാര്യങ്ങളാണ്. അവരവരുടെ കുഞ്ഞിനെയും കൊണ്ട് 3 വയസ്സുള്ള കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, ഇവരോട് കൈകളോട് കൂപ്പി നിൽക്കുന്ന സമയത്ത്, ഭർത്താവ് അവർക്ക് ധൈര്യമൊക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ പറയുന്ന ഭീകരവാദികളെ പേടിച്ച് ഒരു വൃദ്ധൻ അടുത്തുള്ള സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത്, ഒളിച്ചിരിക്കുന്നത് പോലെ ചെയ്യുന്ന സമയത്ത് ഈ ഭീകരവാദികൾ അവരോട്, ആ വൃദ്ധനോട് ചോദിച്ച കാര്യം, ഞങ്ങളുടെ കുട്ടികൾ അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ സന്തോഷമായിരിക്കാൻ കഴിയുന്നു? അപ്പം എനിക്കതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ച വൃദ്ധന് നേരെ പലവട്ടം നിറയൊഴിക്കുന്ന ആൾക്കാരെ കണ്ട് പേടിച്ച് കൈകൂപ്പി ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, കൊല്ലരുത് എന്ന് അപേക്ഷിച്ച ആ സ്ത്രീയുടെ മുന്നിൽ വെച്ച്, ആ ഡോക്ടറുടെ മുന്നിൽ വെച്ച് തൻ്റെ ഭർത്താവിനെ നിഷ്ക്രൂരം കൊന്നുകളഞ്ഞ ഭീകരവാദികൾ. ആ ഭീകരവാദികളുടെ മുന്നിൽ നിന്ന് പിന്നീട് എപ്പോഴോ കിട്ടിയ ഇടവേളയിൽ രക്ഷപ്പെട്ട്, മറ്റുള്ളവർ ഓടുന്നത് കണ്ട് കൂടെ ഓടി രക്ഷപ്പെട്ട മറ്റൊരു ഭാര്യ, മറ്റൊരമ്മ. ഇവർക്കൊക്കെ പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഈ പറയുന്ന രക്ഷപ്പെടലിൻ്റെ കഥ, അല്ലെങ്കിൽ ഈ പറയുന്ന പേടി സ്വപ്നത്തിൻ്റെ കഥ. ഈ കഥകൾ കേൾക്കുന്ന സമയത്ത് നമുക്കത് കഥയായി തോന്നും, അവർക്കത് അനുഭവമാണ്, അവർക്കത് ജീവിതമാണ്. ആ ജീവിതത്തിനോടൊപ്പം അല്ലെങ്കിൽ ആ അനുഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിനെ ഈ പറയുന്ന പുച്ഛിച്ച് തള്ളാതിരിക്കുക, അതിന് കൊടുക്കേണ്ട വില കൊടുത്തില്ലെങ്കിലും അതിനെ നിന്ദിക്കാതിരിക്കുക, ഒരു കമൻറ്റും ഇടാതെ പോവുക, അറ്റ്ലീസ്റ്റ് അത് കണ്ടില്ലെന്ന് നടിക്കാതെങ്കിലും പോവുക. അതിനെക്കുറിച്ച് ഒന്നും നല്ലത് പറയാൻ ശ്രമിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കരുത്ത് നൽകേണ്ട ഒരു സാഹചര്യമാണ്. കാരണം അവർ വന്ന ഒരു സന്ദർഭം, അവർക്ക് അതിലൊരു ട്രോമ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ആ ട്രോമയിൽ നിന്ന് അവർ പുറത്തു വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കൂടെ നിൽക്കേണ്ടവരാണ് സന്മനസ്സുള്ള, അല്ലെങ്കിൽ മാതൃരാജ്യത്തോട് സ്നേഹമുള്ള, മതത്തിനതീതമായി നിലനിൽക്കുന്ന സഹോദരങ്ങളെന്ന് പറയുന്നത്. അത് നിൽക്കാൻ, അല്ലെങ്കിൽ അതിന് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അത് വിട്ടേക്കുക. അതിലപ്പുറത്തേക്ക് എന്തിനാണ് ദ്രോഹിക്കാൻ നിൽക്കുന്നതെന്ന് മാത്രം മനസ്സിലാവാത്തൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിത്തല്ലാണ്. ആ തമ്മിത്തൽ കൂട്ടിക്കാൻ വേണ്ടി ഏതോ ചെകുത്താന്മാർ എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെയോ ചെയ്ത് വിടുന്നുണ്ട്, തൊടുത്ത് വിടുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ കുറേയധികം ആൾക്കാർ അതിലൊക്കെ ചെന്ന് വീഴുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഏറ്റവും സാഹോദര്യത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും കഴിയുന്ന ഒരു രാജ്യമാണ്. ശരിയാണ്, അതിലൊരു പോർഷൻ ഭയങ്കരമായിട്ട് പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ എല്ലാ മതത്തിലും ഉണ്ടായിരിക്കും. അവരെ നമ്മൾ വിട്ടേക്കൂ. നമ്മൾ നമ്മളെ മാത്രം നോക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ ഉള്ളിൽ വിഷം കലർത്താതിരിക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ ഉള്ളിൽ വിഷം ഇല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കും നമ്മുടെ ഉള്ളിലുള്ള സത്യസന്ധത, നമ്മുടെ ഉള്ളിലുള്ള നിറവ് പ്രതിഫലിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ എന്ന ഒറ്റ ബോധത്തോടെ മുന്നോട്ട് പോകേണ്ട സന്ദർഭത്തിൽ തമ്മി തല്ലിക്കാൻ നോക്കുന്ന ചെകുത്താന്മാരുടെ പിടിയിലകപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. ഇന്ത്യ എപ്പോഴും എന്നും തലയെടുപ്പോടു കൂടി തന്നെ ഇങ്ങനെ നിന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ സന്തോഷം ഉണ്ടാവൂ. കാരണം ആ ഭീകരവാദി പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ മക്കൾ അവിടെ മരിച്ചു വീഴുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ സന്തോഷമായി ഇരിക്കാൻ കഴിയുന്നു, അതിനുള്ള ഉത്തരമാണ് ഇത് ഇന്ത്യയാണ് എന്നുള്ളത്.